ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഈ കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ ഒറ്റപ്പാലത്താണ് വോട്ട് ചെയ്തത്. ഇങ്ങനൊരു സാധ്യത ഇവിടെ ഉടനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ആദ്യത്തോട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയല്ലേ വേണ്ടത്. രാഷ്ട്രീയമൊക്കെ ശരിക്കും നിരീക്ഷിക്കുന്നുണ്ട്. അല്ല, ഇത് ഭയങ്കര നാണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് സാധാരണ അങ്ങനെ ഒറ്റപ്പാലത്തൊക്കെ സാധാരണ ഇതുപോലെ തന്നെ പോയിട്ട് വോട്ട് ചെയ്യാറുണ്ട്. അവിടെ അതൊരു ഇഷ്യൂ ആയിട്ടില്ല ഇതുവരെ. ഇവിടെ ആദ്യത്തെ വോട്ടായതുകൊണ്ട് കന്നി വോട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ മണ്ഡലത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്തവണ ഈ ആഘോഷം. സാധാരണ ഞാൻ വോട്ട് ചെയ്ത് പോകുന്നത് ആരും അറിയാറ് പോലുമില്ല. രാഷ്ട്രീയത്തിന് വെളിയിലുള്ള സാംസ്കാരിക മേഖലയിലെ ഏക VIP എന്ന് വേണമെങ്കിൽ പറയാം ഈ മണ്ഡലത്തിൽ. അല്ല, അത് മാത്രമല്ല, ഇവിടെ ഈ പ്രായത്തിലൊരു കന്നി വോട്ടർ ആവാൻ പറ്റുക എന്ന് പറയുന്നത്. ഈ ചേലക്കര മണ്ഡലം എങ്ങനെയുണ്ട് ഇപ്പോ മൊത്തത്തില്? അല്ല, അങ്ങനെ വിലയിരുത്താനൊന്നും ഞാൻ ആളല്ല. കാരണം ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ അന്റാർട്ടിക്കയിലായിരുന്നു ഇന്നലെ വന്നത്. അപ്പോൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ അന്റാർട്ടിക്ക യാത്രയ്ക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് രമ്യ ഹരിദാസ് കണ്ടിരുന്നു. അപ്പോൾ കാറ് നിർത്തി അവരായിട്ട് സംസാരിച്ചിരുന്നു. മറ്റേ പ്രദീപിനെയൊക്കെ എനിക്ക് അറിയുന്നതാണ്, നേരിട്ട് അറിയുന്ന ആളാണ്. അതെ. അല്ല, ഇതിന് ഈ രാഷ്ട്രീയത്തിൽ മാത്രം അങ്ങനെ കാലാവസ്ഥയൊന്നും പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രവചനാതീതമാണ്. പിന്നെ പറയാൻ പറ്റില്ല. എനിക്ക് വളരെ ജനകീയമായിട്ടുള്ള മറ്റു വിഷയങ്ങളെ കുറിച്ച് അറിയില്ല. പക്ഷെ ഈ ഭാരതപ്പുഴയ്ക്ക് കുറുകെ മായന്നൂർ ഒറ്റപ്പാലം ഒരു ബണ്ട് 18 വർഷം മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം തറക്കല്ലിട്ടിരുന്നു. പിന്നീട് പല മന്ത്രിസഭകൾ വന്നെങ്കിലും ഞാൻ തന്നെ പലപ്പോഴും ഓരോ മന്ത്രിസഭ വരുമ്പോഴും നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ MLA കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ആ ബണ്ടിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന്. പക്ഷെ എന്താ കാരണം എന്നറിയില്ല. അതൊഴികെ ബാക്കി എല്ലാ ഇതും വന്നു, അണകളും വന്നു. മായന്നൂർ ഇത് മാത്രം വന്നില്ല. മായന്നൂർ ഒറ്റപ്പാലം മാത്രം വന്നില്ല. ഒറ്റപ്പാലത്ത് ഉണ്ണിയേട്ടൻ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച് അദ്ദേഹം നിയമസഭയിൽ അത് അവതരിപ്പിച്ച് 1 കോടി രൂപ അതിന് പ്രാരംഭ ചെലവുകൾക്ക് മാറ്റിവെച്ച സമയത്താണ് ആ വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ നടന്നില്ല. അത് കാശ് നല്ലോണം ജനത്തിന്റെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, ഞാൻ ഈ ഭാരതപ്പുഴയുടെ ഇതിലാണ് എൻ്റെ ഒരു 10ാം ക്ലാസ് തൊട്ട് ഡിഗ്രി കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത് വരെ. ഞാൻ അത്ര ആഗ്രഹമായിരുന്നു പുഴയുടെ തീരത്തൊരു വീട് വേണം. നല്ല ഈ രാജ്യത്ത് പല പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ ഇനി വികസനം ആവശ്യമാണ്. ചേലക്കരയിൽ വികസനം ആവശ്യമുണ്ട്. ചേലക്കരയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. റോഡുകൾ പലതും നന്നാവാനുണ്ട്. അപ്പം ഭാരതപ്പുഴയിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ബണ്ട് എന്തായാലും അണക്കെട്ട് എന്തായാലും പറയുന്നതെന്നറിയില്ല. അത് ഒരു 18 വർഷം മുമ്പ് തറക്കല്ലിട്ടാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ മായന്നൂർ സൈഡിലുള്ള ഈ പ്രദേശത്തുള്ള കൃഷിക്കാർക്ക് കിണറ്റിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവും. ഇതിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ പല കിണറുകളിലും വെള്ളമില്ല. ആ ബണ്ട് വരികയാണെങ്കിൽ അത് കിണറുകളിൽ വെള്ളം ഉണ്ടാവാൻ അത് സഹായിക്കും. പിന്നെ ഈ വരണ്ട് കിടക്കുന്ന പുഴയ്ക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒരാൾ മരിച്ചുപോയാൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അനാവശ്യ അല്ലെങ്കിൽ അധിക ചെലവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമില്ലാതെ ഒരു സിനിമയില്ല. എല്ലാ സിനിമയിലും സമൂഹത്തിനെ പ്രതിനിധീകരിച്ച് ചെയ്യുന്ന എല്ലാ കഥകളിലും എല്ലാ സിനിമകളിലും രാഷ്ട്രീയം ഉണ്ടാവും. എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ആളാണ് എന്ന് പറഞ്ഞു. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ പരാതികൾ കൂടും. കൂടുതൽ കാലം നിൽക്കുമ്പോൾ കൂടുതൽ പരാതികളുണ്ടാവും.
ആര് ഭരിച്ചാലും എല്ലാ കാലത്തും എപ്പോഴും ഒരു പരാതിയും ഇല്ലാതെ ആർക്കെങ്കിലും ഭരിക്കാൻ പറ്റുമോ എനിക്കറിഞ്ഞൂടെ. ആർക്കെങ്കിലും കുറച്ച് പേർക്ക് എപ്പോഴും പരാതി ഉണ്ടാവും. കൂടുതൽ കാലം ഭരിക്കുമ്പോൾ പരാതികളുടെ എണ്ണം കൂടും. ഭരണത്തിൽ സംതൃപ്തനാണോ? എനിക്ക് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. ഈ പ്രദേശത്ത് ചെറുപ്പം മുതൽ ജീവിച്ചു വളർന്ന ഒരാളാണ്. അത് ഈ പ്രദേശത്തെ വികസനങ്ങൾ ഈ അടുത്ത കാലത്ത് കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്നൊരു ചിന്തയുണ്ടോ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ 18 കൊല്ലമായിട്ട് തറക്കല്ലിട്ട ഒരു സംഗതി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രാഥമികമായിട്ടുള്ള പരിഗണനയുള്ള കാര്യങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. റോഡുകളൊക്കെ നന്നാവുന്നുണ്ട്. പാലങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു പാലം വന്നു. അപ്പം അത് വന്നിട്ട് ഇപ്പോൾ 10-15 കൊല്ലമായില്ലേ. പുതിയൊരു പാലം പണി നടക്കുന്നുണ്ട്. അതെ, ഈ ബണ്ടും കൂടി വന്നാൽ വളരെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പരിഹരിച്ചുകൊണ്ടേയിരിക്കണം, അതാണല്ലോ. സ്കൂളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന മാറ്റത്തെ എങ്ങനെ കാണും? സ്കൂളുകളെല്ലാം നന്നായിട്ടുണ്ട്. ഈ സ്കൂൾ തന്നെ ഞാൻ പണ്ട് ഈ വഴി പോകുമ്പോൾ കണ്ട പോലെയല്ല. എല്ലാം നല്ല സ്കൂളുകൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. റോഡുകളൊക്കെ നന്നാവുന്നുണ്ട്. പുതിയ പാലങ്ങൾ വരുന്നുണ്ട്. കൊള്ളാം.